നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കളം നിറഞ്ഞ രാഷ്ട്രീയം. സ്വതവേ രാഷ്ട്രീയം ഭക്ഷിക്കുന്ന മലയാളി ഇനി കൂടുതൽ ഭക്ഷിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഇന്ത്യ ആര് ഭരിക്കണമെന്നാണോ, അതെയോ ഭാവി ഇന്ത്യ എന്തായിരിക്കണമെന്നാണോ? വരും ദിവസങ്ങളിൽ മലയാളി ദേശീയ രാഷ്ട്രീയത്തിന് മുമ്പിൽ വെക്കുന്ന ചൂണ്ടുപലക എന്താണ്? ഇതാണ് ഞാൻ മലയാളി ഈ എപ്പിസോഡിൽ ചർച്ചക്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ PC ജോർജ്, കേരള ജനപക്ഷം സ്ഥാപകൻ, അഡ്വക്കേറ്റ് A റഹീം, DYFI സംസ്ഥാന സെക്രട്ടറി, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJP നേതാവ്, ഡോക്ടർ J പ്രഭാഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ശ്രീ P രാമഭദ്രൻ, ദളിത് നേതാവ്, ശ്രീ ലാൽകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ, ആര്യ അനിൽ, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ പരിച്ഛേദമായി കുറെ ആൾക്കാർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PC ജോർജ്, ശരത്തിന് അനുകൂലമാണോ, റഹീമിന് അനുകൂലമാണോ, എന്റെ സ്നേഹിതൻ പത്മകുമാർക്ക് അനുകൂലമാണോ? ഞാൻ ജനത്തിന് അനുകൂലമായിരിക്കും. ജനപക്ഷമാണ്. ജനപക്ഷം സ്ഥാപകൻ. ഈ ദേശീയ രാഷ്ട്രീയം മാത്രം നോക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ്. കാരണം ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട മോദി വേണോ, ബഹുമാനപ്പെട്ട അല്ലെ നമ്മുടെ രാഹുൽ വേണോ. അതുപോലെ സംസ്ഥാന പാർട്ടികൾ വരുന്നുണ്ട്. ത്രികോണ മത്സരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നത്. ഞാൻ ഇവിടെ കേരളത്തിൽ കാണുന്നത് എന്താണെന്നറിയാം ബട്ടാസെ. ബട്ടാസെ ഇഷ്ടപ്പെടത്തില്ല, ക്ഷമിക്കുക, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, അതായിരിക്കും ചോദ്യം. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ജോലി ചെയ്തോണം. PC ജോലി ചെയ്യും. ഈ കേരളം മുഴുവൻ പ്രസംഗിക്കാൻ പോയി എന്ത് ചെയ്യുന്ന ഞാൻ നോക്കട്ടെ. അതായത് വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനെതിരെ നിൽക്കുന്നത് ആര്? അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. അപ്പം പത്മകുമാറുമായിട്ട് കൈ കൊടുത്തൊരു പോക്കാണ് ഇനി വരും ദിവസം. അതൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് ഹിന്ദിയിൽ പറഞ്ഞ പോലെ കോയി ലേനാ ദേനാ നെഹിയേ. ഞാൻ ഈ PC ജോർജ് കുറച്ച് ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള. എന്താ കാരണം എന്താ കാരണം വെച്ചാൽ ഈ PC ജോർജ് പോയി കഴിഞ്ഞാൽ എനിക്ക് ബലമായ ഒരു വിശ്വാസം ഈ UP രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരാളാണ്. എന്താ കാരണം അവിടെ ഈ തോക്കൊക്കെ വളരെ ആവശ്യമായ സാധനമാണ്. എനിവേ, റഹീം, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ശ്രീ PC ജോർജ് പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതായത് കേരളം മാത്രമല്ല, കേരളത്തിന് സവിശേഷതയുണ്ട്. പക്ഷേ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്, ഡിസൈസീവാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കളം നിറഞ്ഞാടാൻ ഇനിയും തിരഞ്ഞെടുപ്പുകൾ വേണ്ടേ ശ്രീ PC? തിരഞ്ഞെടുപ്പ് തന്നെ 2024 മുതൽ ഉണ്ടാകില്ല എന്ന് സാക്ഷി മഹാരാജ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ആളല്ല. അപ്പൊ കളം നിറഞ്ഞാടുമ്പോൾ ശ്രീ PC ഒരു കാര്യം ഓർമ്മിച്ചോളണം, ഇനിയും കളം നിറഞ്ഞാടാൻ കളം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കളം നികത്തിക്കളയും. അപ്പോ വരുന്നത് കളമുണ്ടാകില്ല. അപ്പൊ കളം തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോ കാണുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ സ്വതന്ത്രമായി ഞാൻ സംസാരിക്കാൻ പോവാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം താങ്കൾക്ക് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ പോലും നടത്താൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെ ഇപ്പൊ പറയാൻ കഴിയുന്നത് ഇന്ത്യൻ ഭരണഘടന അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ ഭരണഘടനയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചകളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചല്ല ക്രൂഷ്യൽ, മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം യുദ്ധം ചെയ്യണം, തന്റെ ഇടം വേണം, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പോരാടണം, രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, PC ജോർജ്. ഞാൻ ശരത്തിലേക്ക് വരാം. ശരത്ത്, എനിക്ക് ശരത്ചന്ദ്ര പ്രസാദ് എന്റെ വളരെ വേണ്ടപ്പെട്ട സ്നേഹിതനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എവിടുന്നാന്ന് അറിയില്ല, എന്റെ മനസ്സിലൊരു വെള്ളിടി. എന്താ കാരണം വെച്ചാൽ 2004 ജൂണിലെ ഒരു ദൃശ്യം എന്റെ മനസ്സിലേക്ക് വരികയാണ്. 2004 ജൂൺ. അതായത് ജേക്കബ് ജോർജിന്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടി. അതായത് 1.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ദിരാഭവനിന് മുമ്പിൽ നടന്നൊരു രംഗം എന്റെ മനസ്സിലേക്ക് വരുവാണ്. അതിലെ നായകനും പ്രതിനായകനും സ്ഥാനാർത്ഥികളായി എന്റെ സ്നേഹിതൻ ശരത്ത് എന്തേ ആകാത്തത്? ഇതാണ് എന്റെ മനസ്സിലൊരു വിങ്ങല് പോലെ വരിക. ശരത്തെ, ഞാൻ ഇപ്പം വന്നതാ.
അപ്പൊ ഞാൻ പറഞ്ഞോളാം. എന്റെ ജാതകത്തിന് ഒരു 6 മാസം കൂടെ ഉണ്ട്. 6 മാസം ഒന്ന് മാറി കിട്ടാനായിട്ട്. അത് വിശ്വാസമാണ്. ജോർജ് പറഞ്ഞ വിശ്വാസം സംരക്ഷിക്കണമെന്നാണ്. വിശ്വാസമാണ്, പോട്ടെ. വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്, നിയോഗമുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിലായി ശ്രീ കെ മുരളീധരന്റെ വടകരയിലേക്കുള്ള ഒരു നിയോഗം, അത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു മൃതസഞ്ജീവനി പോലെയായിരുന്നു. ഒരു നിമിഷം ഞാൻ ഒന്നും പറഞ്ഞു 2004 കുറിച്ചാ പറഞ്ഞത്. ഉടനെ മുരളിയിലേക്ക് പോയതിനാ. ഞാൻ ചോദിക്കട്ടെ, എം.വി. രാഘവനെ ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവസാനം എം.വി. രാഘവൻ അവസാനം ഞങ്ങൾ എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? എം.വി. രാഘവന്റെ മകനെ LDF സ്ഥാനാർത്ഥി. അതിനേക്കാൾ പ്രത്യയശാസ്ത്രപരമായി ഉണ്ടായ CPM-നകത്തുള്ള യുദ്ധത്തിനേക്കാൾ വലുതല്ലല്ലോ. ഞാനും മുരളിയായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ഞാൻ വെറുതെ ഒരു തീയതി പറഞ്ഞു നോക്കിയത്. അപ്പൊ സംഭവം പുറത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദ് തിരുത്തിരിക്കണത്, റഹീം തിരുത്തിരിക്കണം. ഇല്ല, ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിൽക്കുന്നവരാ. കാരണം നമ്മുടെ മോദിയെ തകർക്കണം. നമ്മുടെ മോദിയാ പ്രധാനമന്ത്രി നമ്മളതല്ലേ? പത്മകുമാറേ അത് വളരെ ക്ലിയർ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ബ്രിട്ടാസ് ആണ്, നമ്പർ ബ്രിട്ടാസ്. അത്രേ ഉള്ളു. നിങ്ങള് ഈ സീറ്റ് തർക്കം ഉണ്ടാക്കാതെ നിങ്ങൾ അങ്ങ് വീതിച്ചങ്ങ് എടുത്താൽ പോരെ. എന്തിനീ വഴക്കുണ്ടാക്കുന്നു? അല്ല, പത്മകുമാർ എടുത്താൽ പോരെ. ഇപ്പൊ പത്മകുമാറിന് ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തുന്ന ഈ PC ജോർജ്മാരെ പോലുള്ള ആൾക്കാര് നമ്മുടെ മോഡി എന്ന് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞ ചിലർ വന്നതാണ് ഇപ്പൊ പത്മകുമാറിന് ഇവിടെ കേരളത്തിൽ ആകെ പ്രതിസന്ധിയായത്. അങ്ങനെ വന്ന ശരത്തിന് ചില സ്നേഹിതന്മാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് മുതിർന്ന നേതാക്കൾ അങ്ങോട്ട് ഔട്ടായി പോയി. ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ പത്മകുമാർ, അതായത് BJP-യുടെ എന്താ പറയാ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമസ്യ എന്ന് പറയുന്നത്, ഇത്രയും സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ഇനി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശരത്തെ ഇനി മുമ്പോട്ട് നോക്കി. അല്ലല്ല, അത് നിങ്ങള് തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങളെ ഇപ്പോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇനി 19-ലും 24-ലും ഞങ്ങൾ തന്നെ ഭരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഇരുന്നോട്ടെ. അത് ഞാൻ മറുപടി പറയാം. ഒന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹം പറഞ്ഞില്ലേ കേട്ടോ, ഈ BJP-ക്കകത്ത് നേതാക്കന്മാർ സ്ഥാനാർത്ഥിയാകാൻ നടക്കുന്നുള്ളതാ അവരുടെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇതുപോലെ പത്മകുമാരനെപ്പോലുള്ള ചെറുപ്പക്കാരെ പിടി സ്ഥാനാർത്ഥിയാക്കുന്നത്. ഞാൻ 2 തവണ പാർലമെന്റ് മത്സരിച്ചിട്ടുണ്ട്. ഇത് ഔദ്യോഗിക സ്ഥാനമുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ നടക്കുക സ്ഥാനാർത്ഥിക്കാൻ. BJP-യുടെ ഏറ്റവും വലിയ ഗതികേടതാ. അതിപ്പോ കേന്ദ്രത്തിൽ നിന്ന് തലവെട്ടി വിട്ടിട്ടുണ്ട്, അത് വേറൊരു കാര്യം. കൊടുത്തു. കമ്മ്യൂണിക്കേഷൻ അയച്ചിരുന്നോ ഇമാരെ ഒന്നും? എന്നോട് ചോദിച്ചിടത്തെല്ലാം എന്റെ അഭിപ്രായം പറഞ്ഞു. പ്രഭാഷ്, ഞാൻ ആദ്യം എന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ ആര് ഭരിക്കണം, ഒന്ന് ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ എന്ന ആശയം എന്തായിരിക്കണം, ഇതൊക്കെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിനകത്ത് 3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഈ ഇന്ത്യൻ ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കുക. വിശ്വാസത്തിലുപരി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാര്യം വിശ്വാസം തന്നെ നൽകുന്നത് ഭരണഘടനയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അവസാനം ഈ ബ്രിട്ടാസ് പറഞ്ഞ ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ എന്ന ആശയം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമാണോ അതോ അല്ലയോ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ആര് പ്രധാനമന്ത്രിയാകണം, ഏത് പാർട്ടി ഭരിക്കണം എന്നതിലുപരിയായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ഒരുപക്ഷെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നില്ല, ഇപ്പോഴാണ് ഉയർന്നു വന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ആചാര സംരക്ഷകനായ ശ്രീ PC ജോർജ്, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചകൾ മുമ്പോട്ട്. ഞാൻ ആചാരത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അല്ല, PC ജോർജും ജേക്കബ് ജോർജും ഒരു തെറ്റിദ്ധാരണ തിരുത്താം. ഈ ജാതി സംബന്ധമായി പറയരുതെന്നുള്ളതാണ് മര്യാദയാണ്. ശബരിമലയിലെ ആചാരം എന്ന് പറയുന്നത് ജാതിയില്ല. അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, സായിപ്പുണ്ട്, സർവമതം എല്ലാവരും ഉണ്ട്. അവിടുത്തെ ആചാരത്തിനാണ് പ്രാധാന്യം. ഇതിനകത്തെ ഒരു കാര്യം നോക്കേണ്ടത്, കേരളത്തിലെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയമായ ഒരു തിരിവാണ് കേരളത്തിന്റെ ഒരു മുഖമുദ്ര തന്നെ. ആത്യന്തികമായിട്ട് LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാണ്, പോരാട്ടമാണ്. ഇതുവരെയും ഉള്ളത് എങ്ങനെയാണല്ലോ. ഇതിനിടയ്ക്ക് BJP ശ്രമിക്കുന്നത് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ 1 സീറ്റ് 2 സീറ്റ് അല്ലെങ്കിൽ A+ കുറെ കാറ്റഗറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. A+ കാറ്റഗറിയിൽ പത്മകുമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട,
പിന്നെ തൃശ്ശൂർ ഉൾപ്പെടുത്തി മൂന്ന് A+ ആണ്. A+ ആണ്. പാലക്കാട് എയിൽ വരികയുള്ളൂ അല്ലെ പ്രഥമകുമാറെ? പാലക്കാട് എങ്ങനെ എയിലാണോ A+ ആണ്? ഞങ്ങൾ 20 A+. അപ്പൊ ഈ രാഷ്ട്രീയമുള്ള കളവ് പറയുമ്പോ എന്റെ മുഖത്ത് നോക്കില്ല, അതാണ് ക്യാമറ അവിടെ ഒന്നും ഇല്ല. അല്ല ബിസി ഈ പത്മകുമാരൻ നിഷ്കളങ്കൻ, എന്താ അറിയാം, കളവ് പറയുന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കും. രാഷ്ട്രീയമുള്ള കേരളീയരെ ഇപ്പോൾ തന്നെ ചേരി തിരിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ മനസ്സ് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും പഠിപ്പിക്കേണ്ട. ഈ പ്രചാരണം കൊണ്ട് വീഴുന്നത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടല്ലോ, അവരെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുള്ളൂ. അത് ഇവിടെ വരെ അതിനുള്ള ഘടകങ്ങൾ എത്ര പെർസെന്റേജ് ഉണ്ടാവും? പക്ഷെ ജേക്കബ് ജോർജ് അത് വർദ്ധിച്ചു വരുവാണ്, ഇപ്പോൾ വർദ്ധിച്ചു വരുവാണ്. അതായത് ഒരു ചേരിയിലില്ലാത്ത ആൾക്കാരുടെ പിന്നെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സർവേകളിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടല്ലോ, ആ ചേരിതിരിവ് തന്നെ ആയിരിക്കും കേരളത്തിൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴേക്കും അല്ലെ? ശ്രീ രാമഭദ്രൻ ദളിത് നേതാവ് ശരത്ചന്ദ്ര പ്രസാദിന്റെ സഹപ്രവർത്തകനായിരുന്നു, സഹപോരാളിയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ശ്രീ രാമഭദ്രന് ശരത്തിനോട് വലിയ പത്തിയില്ല. ആദ്യം ശ്രീ ബ്രിട്ടാസിനോട് എനിക്കൊരു പ്രതിഷേധമുണ്ട്. 10-50 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന എന്നെ ഒരു ദലിത് പ്രവർത്തകനായിട്ട് പരിമിതപ്പെടുത്തിയതിനകത്ത് എനിക്ക് കോൺഗ്രസിനകത്ത് ഹരിജൻ നേതാവായിട്ടും ദളിത് നേതാവായിട്ടും അധകൃത നേതാവ്, അത് കോൺഗ്രസ്സുകാർക്കാന്നെ അധകൃതൻ, അനധികൃതൻ, അധംകൃതൻ അത് പറയാൻ പോലും അറിയത്തില്ല. ഇതെല്ലാം കേട്ട് സഹിച്ച് ശ്രീ പിണറായിയായിട്ടും ശ്രീ കാനുമായിട്ടൊക്കെ ഒന്ന് സഹകരിക്കാമെന്ന് വിചാരിക്കുമ്പം ബ്രിട്ടാസും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ അത് ശരി. ഒരു സെക്കൻഡ്, പരിമിതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞോളൂ. രാമഭദ്രൻ അല്ല, ഞാൻ ശ്രീ രാമഭദ്രൻ പറയുന്ന പോയിന്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരു റീജോയിൻഡർ പറയട്ടെ. താങ്കൾ ദളിത് ഫെഡറേഷൻ നേതാവാണ്, പ്രസിഡന്റാണ്. ദളിത് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയ ഒരാളെ ദളിത് നേതാവ് എന്ന് വിളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പരിമിതപ്പെടുത്തിയെന്നേ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ ഭാഗം ഞാനൊരു രാഷ്ട്രീയ മീമാംസ വിദ്യാർത്ഥിന് പറയട്ടെ. ഇന്ന് ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തിൽ ദളിത് നേതാവ് എന്ന് പറയുന്നത് ചുരുക്കലല്ല, അതൊരു വികാസമാണ്. അത് അവർ ഉൾക്കൊള്ളണം. ബ്രിട്ടാസേ, അത് അവർ ഉൾക്കൊള്ളണം. ഹാപ്പിയായി അവർ ഉൾക്കൊള്ളണ്ടേ? ഉൾക്കൊള്ളണം. ഇനി ശ്രീ രാമഭദ്രൻ എന്നെ കുറിച്ച് പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. അല്ല, ഈ ദലിതെന്നുള്ളതിന്റെ വിശാല അർത്ഥം താങ്കൾ മനസ്സിലാക്കിയതിൽ സന്തോഷം. പലർക്കും അത് അറിയത്തില്ല, പലരും ധരിച്ചു വെച്ചേക്കുന്നത്. രാമഭദ്രൻ ഞാൻ എത്രയോ കാലം ഉത്തരേന്ത്യയിൽ ജീവിച്ച ആളാണ്. എനിക്ക് മഹത്വവും അതിന്റെ ഒരു വികാസവും വലിപ്പവും എനിക്കറിയാം. ഞാൻ ആ വലിപ്പത്തിലാണ് താങ്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് വിഷയത്തിലേക്ക് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പാലക്കാട്ടും തൃശ്ശൂരും തീർച്ചയായും ത്രികോണ മത്സരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീരാമഭദ്രൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. UDF-ന്റെയും LDF-ന്റെയും നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതായത് LDF-നും അന്തർനാടകങ്ങൾ വെച്ച് പത്മകുമാറിന് നന്നായി സന്തോഷം വരുന്നുണ്ട്. അദ്ദേഹം സന്തോഷിക്കാറായില്ല, എണ്ണുമ്പോഴേ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ രാജേട്ടന്റെ കാര്യത്തിലും സന്തോഷിച്ചതാ. അന്തർനാടകങ്ങൾ വെച്ച് അണിയറയിൽ സാമുദായിക രാഷ്ട്രീയ മറ്റു പലതും കൊഴുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് LDF-ഉം UDF-ഉം ശ്രദ്ധിക്കണം. കേരളത്തിൽ നിന്നും ഒരു സംഘി പോകരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിലെ ദലിതരും KDF-ഉം ശക്തമായി അതിനുവേണ്ടി നിലകൊള്ളും. ശ്രീ രാമഭദ്രന്റെ ഒരു അർത്ഥശങ്കയ്ക്കില്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ലാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത, പ്രത്യേകത, പ്രാധാന്യം കേരളം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചൂണ്ടുവലകൾ. തീർച്ചയായിട്ടും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളം വർഗീയവൽക്കരിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയായിരിക്കും ഈ ഇലക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ PC ജോർജ് സാർ പറഞ്ഞതിനകത്തെ ഒരു ധാർമ്മികമായ തെറ്റ് കാര്യം, RP ആക്ട് 123 അനുച്ഛേദം പ്രകാരം
സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചാണ് റിലീജിയനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഇലക്ടറൽ ഓഫീസർ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതിയുടെ വിധിയാണ് പറഞ്ഞത്. അത് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ശബരിമല വിധി മാത്രം കണ്ടു മറ്റേ വിധി കാണാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും ഇവർ ഏതെങ്കിലും സ്റ്റേജിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പി.സി. ജോർജ് സാറിന്റെ പാർട്ടി ഒരിടത്തും മത്സരിക്കുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഡിസ്ക്വാളിഫൈ ആയി പോകത്തില്ല. അതെ, ഉപയോഗിക്കും. അതെ, അപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്. പക്ഷേ ബിജെപിയുടെ സ്റ്റേജിലാണ് നമ്മുടെ സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൂടാന്ന് നമ്മുടെ ഭരണഘടന വിധിയെ നിങ്ങൾക്ക് എതിർത്തുകൂടാന്നുള്ളതല്ല, പക്ഷെ അതിന് ലംഘിക്കാൻ പറ്റില്ല. ചോദ്യം ഈ ശബരിമല എന്ന് പറയുന്നത് ജാതിയല്ല, അത് മതമല്ല. അല്ല, നിങ്ങൾ മതം പറഞ്ഞോലെ ഒരു കമ്മ്യൂണിറ്റിയെ പോളറൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഉള്ള പുതുതായിട്ട് വന്നൊരു കാര്യമൊന്നുമല്ലോ. പുതുതായിട്ട് വന്നതാണ്. അല്ല, പറഞ്ഞോട്ടെ, മതത്തെയും ജാതിയെയും ഉപയോഗിച്ചുകൂടാ. ആർക്കും അതിന്റെ പേരിൽ ഇവിടെ ഈ KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് അസാധാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് അസാധാക്കിയിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം എന്താ, ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ ശബരിമല എന്ന് പറയുന്നത് CPM-ന് പേടി തോന്നുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലാലിനോട് എന്ന് പറയാം, മുത്തലാഖ് നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരായി BJP നിയമം പാസ്സാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത് ഏത് സമുദായത്തിൽ വേർതിരിവുണ്ടാക്കുന്നതല്ലേ? സമൂഹത്തിന്റെ അല്ലല്ല, അവരുടെ സ്വത്തിനൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അത് സമുദായത്തിന്റെ അല്ലേ? ശബരിമല എന്ന് പറയുമ്പോൾ പേടിയുണ്ട്, ചെയ്തു പോയ പൊട്ടത്തരം ആളുകൾ ചർച്ച ചെയ്യാൻ പാടില്ല, അതവരുടെ ആഗ്രഹമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ബീഹാർ ഇലക്ഷന് മുമ്പ് സുപ്രീം കോടതി വിധിച്ചൊരു വിധിയാണ്, 100% ഞാൻ എഴുതി വെച്ചിരുന്നു ഇവരുടെ കാൻഡിഡേറ്റ്സ് എല്ലാം ഡിസ്ക്വാളിഫൈ ചെയ്ത് പോകും. 100 ഇവര് ചുമ്മാ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ല ഇത് പണ്ട് വന്നൊന്നുമല്ല. ബീഹാർ ഇലക്ഷന് മുമ്പ് സുപ്രീം കോടതിയുടെ വിധിയാണ് സാധനം, 7-അംഗ ബെഞ്ചിന്റെ വിധിയാണ്. നിങ്ങൾ ഇതൊന്നും വായിക്കാതെ വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മതത്തിനെ പോളറൈസ് ചെയ്യാൻ ശബരിമല മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഹിന്ദു സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിനെ 123 ഇവർ റദ്ദായി പോകും. ഓക്കെ, ശരി. ആര്യ, ഈ ഒരു പാനലിലെ ഏറ്റവും ചെറുപ്പം ഉള്ള ഒരാളാണ്, ഒരുപക്ഷെ പുതിയ ന്യൂ ജനറേഷന്റെ ഒരു വക്താവ് കൂടിയാണ്. നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രീ PC ജോർജ് അങ്കിള് ഇരിപ്പുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ശരത്തിനെ അങ്കിളത്ത് വിളിക്കാത്തോണ്ട് ശരത്തിന് ഭയങ്കര സന്തോഷമായി. പറയൂ ആര്യ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജാണ്. അതും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഈ ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതിന്റെ പിന്നിൽ കൂടെ പെട്രോളിന്റെ വില ഉയരുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ യുവാക്കൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം അടുത്ത ഇലക്ഷനിൽ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വർഗീയതയ്ക്കെതിരെയായിട്ടാണ് നിൽക്കുന്നത്. അത് കേരളത്തിലെ യുവാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾക്ക് ശബരിമലയേക്കാൾ ഉപരിയായിട്ട് ജോലി വേണ്ടേ ജീവിക്കാൻ വേണ്ടി? അത് തന്നെ കുറഞ്ഞു പോയ കേരളത്തിലെ യുവാക്കളൊക്കെ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ യുവാക്കൾ തന്നെ എന്ത് ചെയ്യും? അതേപോലെ പെട്രോളിന്റെ വില ഇങ്ങനെ ഉയർന്നു പോവുകയാണെങ്കിൽ ഇനി വരും കാലത്ത് വീട് പണയം വെച്ച് പെട്രോൾ അടിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഈ വരുന്ന ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വളരെയധികം പ്രത്യേകതകളുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ വളരെയധികം സജീവമാണ്. ട്രോളുകളായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ട്രോൾ ഇറങ്ങുന്നുണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും കൂടുതലും യുവാക്കളുടെ ശ്രദ്ധ വരുന്നത് എന്താണെങ്കിൽ വർഗീയത, അതേപോലെ പൊളിറ്റിക്കൽ കില്ലിങ്സ്, ഇതിനൊക്കെ എതിരായ ഒരു പീസ്ഫുൾ ആയ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ നോട്ടയ്ക്കുള്ള ഒരു ചാൻസും കൂടെ ഈ ഇലക്ഷന് വളരെയധികം ഒരു ചാൻസ് ഉണ്ട്. കാരണം പിന്നെ അതായത് ചെറുപ്പക്കാരുടെ ശബ്ദമാണ്, ചെറുപ്പക്കാരുടെ ശബ്ദം, ആ കൊച്ചിന്റെ ശബ്ദമാണ്. എല്ലാ ചെറുപ്പക്കാരുടെ പിള്ളേരോട് ചോദിക്കണല്ലോ. ഒരു യുവതിയാണ്, ചെറുപ്പക്കാരിയല്ലേ? വളരെ സ്നേഹമുണ്ട് കൊച്ചിനോട്, കുഞ്ഞിനോട് വളരെ സ്നേഹം തോന്നുന്നു. അങ്കിളാണ്, അല്ലെങ്കിൽ അല്ലേലും സ്നേഹം. പക്ഷെ പറഞ്ഞതിനകത്തൊരു കുഴപ്പം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോട് പുച്ഛമാണ്. ഞാൻ ഈ നാട് മുഴുവൻ കിടക്കുന്ന കൊച്ചുങ്ങളൊക്കെ കാണുന്നതില്ലേ, ഞാൻ അവിടെ പിള്ളേരെ കൊണ്ടു നടക്കുന്ന വിഷമം എനിക്കറിയാം. ഒരിക്കലും പുച്ഛമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ ഡിസ്ലെക്സിയയുടെ കാര്യം എടുക്കാന്ന് വിചാരിക്കാം. പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കുട്ടികളാണ് അത് കേട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ പുച്ഛിച്ച് ചിരിച്ചു തള്ളില്ലായിരുന്നു. കേരളത്തിലെ യുവാക്കൾ ഒരിക്കലും അത് ചിരിച്ചു തള്ളില്ലായിരുന്നു. അതിന് തക്കതായ മറുപടി കൊടുത്ത ഒരു കാര്യമല്ല ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്.
ഞാൻ പിള്ളേരുടെ അഭിപ്രായത്തോട് എതിർക്കുന്നില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമ്മൾ ആദ്യം എതിർക്കാൻ പോകണ്ട, എതിർക്കണം. നീ പിള്ളേർ തെറ്റുപോയ മക്കളെ തെറ്റാന്ന് പറഞ്ഞപ്പോൾ അതിലെ കാരണന്മാരുടെ ചുമതല. ഈ കാലത്ത് നമ്മൾ അത്ര അയ്യോ വളരെ സീരിയസ്. ഒരു 1100 പിള്ളേരെ എന്റെ കൂട്ടത്തില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മോട്ടോർ സൈക്കിൾ കിടന്നത് എല്ലാം ചെറുപ്പക്കാർ 10, 22, 23 വയസ്സ്. അവർക്ക് പൊളിറ്റിക്സ് ഇല്ലേ? ഏതാ എന്നോടുള്ള പൊളിറ്റിക്സ് ഉള്ളു, വേറെ പൊളിറ്റിക്സ് ഒന്നും ആ പിള്ളേർക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനും പിള്ളേരോട് ചോദിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് പിള്ളേർക്ക് അതൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുച്ഛമാണ്. എൻ്റെ ഭയം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ അനർഹർ പിടിച്ചടക്കി ഈ രാജ്യത്തിന് ഭരണം കൊണ്ടുപോയാൽ രാജ്യം അവിടെ പോകും. എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വേദനിക്കുന്ന പ്രശ്നമാണ്. തമാശയായിട്ട് കാണാൻ ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ 22.5% സംവരണമുള്ള സമൂഹമാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. ആ 22.5% സംവരണം കിട്ടേണ്ട സമുദായത്തിന് ഇന്ന് 5% പോലും സംവരണം കിട്ടുന്നില്ല. കാരണം സംവരണം കൊടുക്കാൻ സ്ഥാപനങ്ങളില്ല. ആ മുഴുവൻ സ്ഥാപനങ്ങളും വിറ്റഴിച്ചു, സ്വകാര്യവൽക്കരിച്ചു, സർവേ എണ്ണവും തകർത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പടുത്തുയർത്തിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നശിപ്പിച്ച് വെണ്ണീറാക്കി. ഇന്ത്യയുടേതെന്ന് പറയാൻ ഒന്നുമില്ല. അദാനിയെ പോലുള്ള ശതകോടീശ്വരന്മാരുടെ സ്ഥാപനങ്ങളെ ഉള്ളു. ഇന്ത്യ അവരുടേതാക്കി മാറ്റി. ഇതിനെയൊക്കെ ന്യായീകരിച്ചോണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾ വന്നതിന് ശേഷമാണ് അദാനി വലിയ ആളായെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പൊ അയാൾക്ക് 4 വയസ്സേ അല്ല, ആര് വേണേലും വന്നോട്ടെ. നരസിംഹറാവുവിന്റെ കാലത്ത് തുടങ്ങിയാണ്, ഉദാരവൽക്കരണ നായകരുടെ കാലത്ത് തുടങ്ങിയാണ്. എല്ലാവരും പിന്തുണ. ഓക്കെ പ്രഭാഷ്, അതായത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പത്മകുമാർ പ്രദാനം ചെയ്യുന്ന BJPയെ ചെക്ക്മേറ്റ് ചെയ്യാനുള്ള പ്രതിപക്ഷ നിരയുടെ ഒരു ദൗർബല്യം. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതായത് ഒരു 150-180 സീറ്റ്, 200ഓളം സീറ്റിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സചേതനമായ സഖ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 80 സീറ്റ് ലോക്സഭയിലേക്ക് പ്രദാനം ചെയ്യുന്ന UP പ്രസാദിന്റെ കോൺഗ്രസ് എന്ന് മാത്രം പറയല്ലേ, എന്റെയും കൂടെ കോൺഗ്രസ് ആണ്. ഓക്കെ തരും. കുറച്ച് രാമഭദ്രൻ ചേട്ടൻ തന്നു, പക്ഷെ കുറച്ചധികം അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കുറച്ച് കൊടുക്കും. എന്താ കാരണം അദ്ദേഹം അടുത്ത കാലത്തായിട്ട് കുറച്ചങ്ങോട്ട് മാറി. അതുകൊണ്ടാണ്. ഡോക്ടർ പ്രഭാഷ്, അതായത് BJP അധികാരഭ്രഷ്ടമാക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ പാതിയോളം സീറ്റുകളിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഒരുപക്ഷെ പത്മകുമാർ ഒരുപക്ഷെ വിജയപ്രതീക്ഷ കാണുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ BJPക്കെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് പരമാവധി കക്ഷികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷ നിര ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളിലായാലും ശരി തന്നെ ഒരു ട്രൈപോളർ ആകുമ്പോൾ BJP ജയിക്കാറില്ല ഇന്നത്തെ അവസ്ഥയിൽ. കാരണം BJP ഡോമിനന്റ് കക്ഷിയാണ്. അപ്പോൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഈ പൊസിഷനിൽ. അല്ല, പണ്ട് നമ്മൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു ആ ഡോമിനന്റ് പൊസിഷനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിൽ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ കോൺഗ്രസിന് അതിന്റെ ആനുകൂല്യം കിട്ടി. ഇപ്പോൾ ആ സീറ്റിലിരിക്കുന്നത് BJP ആണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് പോകുന്നത് BJPക്കാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ് രാജീവ് ഗാന്ധിക്ക് ആശയെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആശങ്കയെങ്കിൽ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ നെഹ്റുവിന്റെ ലെഗസിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ആശയമെങ്കിൽ, അദ്ദേഹം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ചെയ്യേണ്ടത് ഈ പ്രതിപക്ഷ നിരയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. 80 ലോക്സഭാ സീറ്റ് ഒരു പക്ഷേ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഏത് കണ്ണുപൊട്ടനോട് ചോദിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയാൻ പോകുന്ന ഉത്തർപ്രദേശ് തർക്കമില്ല. 73 സീറ്റിന്റെ പിൻബലത്തിലാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിലേറിയത്. 74 അപ്പനാദൾ ഉൾപ്പെടെ. ഓക്കെ, ഇനി വരാൻ പോകുന്ന 74 ഇനി 74 എന്തിനാ 80 ആയിക്കൂടായിരുന്നു. പത്മകുമാർ ചില സമയത്ത് ഒരു എളിമയും കാണിക്കും. എന്താ കാരണം ചില ഒരു 6 സീറ്റ് വേണമെന്ന് വെച്ചു. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇപ്പോൾ അവിടെ നടക്കുന്നത്, ഇപ്പോൾ ശരത് പ്രസാദിന്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള ഇറക്കിയിട്ടുള്ള ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പയിൻ മുഴുവൻ ഒരുപക്ഷെ BJP-യേതര അല്ലെങ്കിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പിലേക്ക് വഴിവെച്ചേക്കുന്ന ഒരു ആശങ്കയാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള സർവേകളിലൊക്കെ ഗംഗാബന്ധൻ ഉൾപ്പെടെ. അതെ. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത്, കോൺഗ്രസ് സംഘടനാപരമായിട്ട് സംസ്ഥാനങ്ങളിൽ ശോഷിച്ചു. മുമ്പൊക്കെ സംസ്ഥാനങ്ങളിൽ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പം കാമരാജ് പോലെ, തമിഴ്നാട്ടിലെ കാമരാജ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അതികായനായ നേതാവായിരുന്നു.
അങ്ങനത്തെയുള്ള നേതാക്കന്മാരെ മുഴുക്കുകയും കാലാകാലങ്ങളിലായിട്ട് കോൺഗ്രസ് വെട്ടിനിർത്തിയപ്പോൾ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സൂക്ഷിക്കുകയും കേരളം മാത്രമാണ് 67 ശേഷം കേരളം മാത്രമാണ് കോൺഗ്രസ് പച്ചപിടിച്ച് നിൽക്കുന്ന സ്ഥലം. സംഘടനാപരമായി ഈ സംഘടനാപരമായി സൂക്ഷിപ്പാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ യു പി, ഇപ്പൊ ബ്രിട്ടാസ് കാണിച്ചു തന്ന യു പി കോൺഗ്രസ് ക്ഷീണിച്ചു പോയി, ദുർബലമായിരിക്കുന്നു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ ഇപ്പൊ ജനതാദളിന്റെ തുളത്ത് കയറിയാണ് കോൺഗ്രസ് അവിടെ ഭരണത്തിന്റെ പങ്ക് പറ്റുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെലുങ്ക് ദേശം അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ. എങ്ങനെ കോൺഗ്രസ് ദേശവ്യാപകമായി രാജ്യവ്യാപകമായിട്ട് BJPക്കെതിരെ ഒരു ചേരിയെ തെളിക്കും? സംശയമാണ് ബ്രിട്ടാസ്. അതാണ് പ്രശ്നം. അതാണ് കേരളം ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നം. ഇപ്പൊ രാമഭദ്രൻ ചൂണ്ടിക്കാട്ടിയില്ലേ, ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവിടെ സംവരണമില്ലാതാകുന്നു. സ്വകാര്യ മുതലാളി സംവരണം കൊടുക്കില്ല. അപ്പോഴാർക്കാ നഷ്ടം? ഇവിടുത്തെ പാവപ്പെട്ടവന്, ഇവിടുത്തെ ദളിത് വിഭാഗത്തിന്, ഇവിടുത്തെ പിന്നോക്കക്കാർക്ക് അവർക്ക് ജോലി ഇല്ലാതാകുന്നു. ജോലി എവിടെ പോകുന്നു ചോദിച്ചാൽ ജോലി ഇങ്ങനെയാണ് പാതാളത്തിലേക്ക് പോകുന്നത്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. യു പിയിലെ സ്ഥിതി എന്താ? അവിടെ SPയും BSPയും കൂടി ഒരു സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് BJPക്കെതിരെ അവരുടെ ഒരു സഖ്യം നിലനിൽക്കുകയാണ് പ്രാദേശിക തലത്തിൽ. പത്മകുമാർ 74 സീറ്റ് അവിടെ നോക്കുന്നത്. എനിക്കൊരു ബലമായ സംശയം, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇന്ധനം കൊടുക്കുന്നത് പത്മകുമാറിന്റെ പാർട്ടിയോടൊന്നും സംശയം. എന്താ കാരണം വെച്ചാൽ അതിനകത്ത് വില കുറച്ച് കാണരുത്. അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യം തന്നെ. BJP വിരുദ്ധ പാർട്ടികൾ ആരാ? ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന UP യിൽ ഏത് പാർട്ടി ആദ്യം സ്വയം 2 പാർട്ടികളിൽ ഐക്യം ഉണ്ടാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബഗൻജിയുടെ പാർട്ടിയും അഖിലേഷിൻ്റെ പാർട്ടിയും എല്ലാം ചേർന്ന് കോൺഗ്രസുമായി ഒരു വിശാല സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ പല ദേശീയ നേതാക്കന്മാരെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആലോചന വരുന്നതിന് മുമ്പേ ഞങ്ങൾ BSP SP ഞങ്ങൾ വേറെ ഐക്യമാക്കി, ഞങ്ങൾ വേറെ ആരെയും കൂട്ടുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഖിലേഷിന്റെ കൂടെ മത്സരിച്ചതല്ലേ? ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അത് സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സ്വയം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ 2 പേരും പങ്കിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സന്യസിക്കാൻ പോണോ? ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും. എന്താണ് ഞങ്ങൾ കഴിയാൻ കഴിയുന്ന എല്ലാം UP യിൽ ചെയ്യും. ഡൽഹിയില് ആം ആദ്മി പാർട്ടി എത്രയോ തവണ പറഞ്ഞു വരൂ, 7 സീറ്റ് പിന്നെ BJPയുടെ പൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഡൽഹിയിൽ അങ്ങനെ ആം ആദ്മി പാർട്ടിയുമായി നമ്മൾ ഐക്യം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളിപ്പോ കർണാടകത്തിൽ എന്തിനാണ് നിങ്ങളുടെ ഡൽഹി PCCയുടെ ഇൻചാർജ് ആയിട്ടുള്ള PC ചാക്കോ നാടേക്ക് നാപ്പോട്ടം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ല? കർണാടകത്തിൽ ഭൂരിപക്ഷ MLA കൂടുതൽ MLA ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കൊടുത്തുപോലെ KC വേണുഗോപാലിന്റെ സാമർത്ഥ്യം. അല്ലല്ല, എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ കളിക്കാൻ പറ്റുമോ? എല്ലാ സ്റ്റേറ്റിലും കളിക്കാൻ പറ്റുമോ? ശരത്തിനെ പ്രകോപിപ്പിക്കട്ടെ. ഇപ്പൊ ഇന്നലെ CPI നേതാവ് രാജയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോൺഗ്രസ് CPIയുമായും പശ്ചിമ ബംഗാളിൽ ഐക്യം ഉണ്ടാക്കണം. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത്രയും സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും ശക്തമല്ല. എങ്കിലും അന്ന് തമിഴ്നാട്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്യുന്ന എന്താണ്? ആ സംസ്ഥാനത്തെ പാർട്ടികളുമായിട്ട് MGR, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയ ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വാങ്ങിച്ചിട്ട് അവരെ പരിഗണിച്ച് അവരെ സംസ്ഥാനങ്ങളിൽ പരിപ്പിച്ചു കൊണ്ടുവന്നതിന് മുൻകൈ എടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ പശ്ചിമ ബംഗാളിലെ CPMന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് വേണമെന്ന് പറയുന്നത് എവിടെ തന്നെയായോ? ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ ഐക്യത്തിന് ദേശീയ, ഞാൻ കോൺഗ്രസ് തന്നെ, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതായത് അല്ലല്ല ശ്രീ പത്മകുമാറെ, ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ഞാന് ശ്രീ ശരത്തെ, നമ്മൾ BJPയെയും CPMനെയും ഒരുപോലെ കാണണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് ആ യോജിപ്പില്ല. CPMനെയും BJPയെയും ഒരുപോലെ ശത്രുക്കളായി കണ്ടുകൊണ്ട് നമുക്കൊരു കാരണവശാലും ഇന്ത്യ പിടിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ പിടിക്കണം. BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ ശത്രുവായി കാണാൻ പറ്റില്ല. നമ്മൾ മിത്രമായി BJP ശത്രുവായി കണ്ടുകൊണ്ട് BJP ശത്രുവായിട്ട് കാണും. ഞാൻ ചോദിക്കട്ടെ, ശ്രീ PC ചാക്കോ മുൻകൈ എടുത്ത് ഡൽഹിയില് നമ്മുടെ പരിമിതി നമുക്കറിയാമല്ലോ. അപ്പൊ കിട്ടുന്നതുകൊണ്ട് പണ്ട് ആന പുറത്ത് കയറിയും പഴയ ചരിത്രവും തേങ്ങാക്കൊലയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലോ കാര്യമുണ്ടോ? അത് പശ്ചിമ ബംഗാള് CPMനും ബാധകമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഈ ചേട്ടന്മാരെല്ലാം പറയട്ടെ, എന്താ ആയിരിക്കും തോന്നുന്നത്? അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലത്തെ അവസ്ഥയാണെങ്കിൽ പോലും
ഒരു പാർട്ടിയുടെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാ പാർട്ടികളിലും നഷ്ടപ്പെട്ടു പോയോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മൊത്തമാണെങ്കിൽ പോലും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുകളും ഓരോരുത്തരുടെ ഒപ്പീനിയൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു പ്രശ്നത്തെ പോലെ പാർട്ടികൾക്കുള്ളിൽ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ടാണല്ലോ കൂടുതൽ ഡിഫെക്ഷൻ വരുന്നതും വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതും അവിടെ പോയി ഇതേ പ്രശ്നം അനുഭവപ്പെടുന്നതും എന്നിട്ട് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ പോലുള്ള പുതുതലമുറയിലെ ആൾക്കാർക്ക് എന്താ തോന്നണേ? ചില സമയത്ത് PC ജോർജ് സാർ പറയുന്ന പോലെ പ്രതീക്ഷകൾ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോവും. പിന്നെ യുവ നേതാക്കൾ ഇനി വരും ജനപക്ഷത്തേക്ക് ആര് ചാഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ പുതിയതായി യുവാക്കൾ വരും എന്നുള്ള പ്രതീക്ഷ കേരളത്തിന്റെ സ്ഥിതിയിൽ തന്നെ ഒരു കുറച്ച് ശതമാനം മനസ്സിലുണ്ടെന്ന് കരുതാം. ഇന്ത്യയിലെ സ്ഥിതിയിൽ നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇനി ഒരു പക്ഷേ വീണ്ടും ഒരു വർഗീയതയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ജനാധിപത്യം ഉണ്ടാവില്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ. ആ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ കോൺഗ്രസിന്റെ അഴിമതി കാരണമാണ് അവർ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. അവർ വീണ്ടും എന്ത് അടിസ്ഥാനത്തിലാണ് വീണ്ടും എന്ത് പറഞ്ഞാണ് അവർ വീണ്ടും മത്സരിക്കുന്നത്? അഴിമതിയിൽ തോൽവി പത്മകുമാറിന്റെ ശിഷ്യനാണ്. കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ശേഷം വന്ന ഗവൺമെന്റ് സുഭദ്രമായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നോട്ട് നിരോധനത്തിന്റെ പേരിലും GSTയുടെ പേരിലും ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പേരിലും ആ വിലക്കയറ്റത്തിന്റെ പേരിലും നിങ്ങൾ പെട്രോൾ ഡീസൽ പാചകവാതത്തിന്റെ വിലയാണ് നിങ്ങൾ ചോദിച്ചത്. ഈ പാചകവാതകത്തിന്റെ പെട്രോൾ ഡീസലിന്റെ വില വർധന പേരിലും നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ചോദിച്ചോട്ടെ, വന്ന BJP ഗവൺമെന്റിന് ലോക കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഡോളർ ഏറ്റവും താഴെ 75 താഴെ 60 താഴെ ഒക്കെ വന്നിട്ടും ഈ പെട്രോൾ ഡീസലിന്റെ പാചകത്തിന് വില വർദ്ധിപ്പിക്കാൻ കുറയ്ക്കാൻ പറ്റിയോ? പറ്റില്ലല്ലോ. ചൗക്കീദാർ പറഞ്ഞില്ല. പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എല്ലാം കൈവിട്ട് കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞെന്താ, ഞാൻ ചൗക്കീദാർ ചൗക്കീദാർ, ഇപ്പൊ മേ ഫീ എന്നായി. അതെ, മറ്റേ നേരത്തെ മേഘും പറഞ്ഞേ ഹും ഉപയോഗിക്കുമ്പോ മറ്റേ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ചൗക്കീദാർ ചോർ ഹേ എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതിനെ മറികടക്കാൻ വേണ്ടി പാർട്ടി അണികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം സോഷ്യൽ മീഡിയ ഞാൻ ചോദിക്കട്ടെ, ജാമ്യം എടുത്തിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം. ആരാണ് നാഷണൽ ഹെറാൾഡിന്റെ ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു ജഡ്ജി വിധി പറയോ? പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായ്ക്കുമെതിരെ കേസെടുത്ത് എന്ന് പറഞ്ഞ ആളുകളുടെ സ്ഥിതി എന്തായി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമോ, CBI അന്വേഷണം നടത്തുന്ന CBI അന്വേഷണം. ഈ നോട്ട് നിരോധനം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ജനങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായില്ല. കള്ളനോട്ട് പിടിക്കും. ഇതൊരു ഭാഗമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. 15 ലക്ഷം പേര് ഇന്നലെ 2 ചാനലിൽ പഴയ ഈ 5 വർഷക്കാലത്തെ ഒരു റിവ്യൂ, അതിനകത്ത് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ ഒരു പോലീസുകാരൻ വലിയ മുലക്ക് പോലത്തെ ഓടിച്ച് ഇതിനകത്ത് കയറ്റുന്ന ആളുകൾ എത്ര പേരാ മരിച്ചത്? വലിയ സംഭവമല്ലേ അത്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോട്ട് നിരോധിച്ചപ്പോ ജീവിക്കാൻ പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ സ്ഥലത്ത് 15 ലക്ഷം പേര് കേരളത്തിൽ ഈ നോട്ട് നിരോധനം കഴിഞ്ഞ് ഈ പ്രിന്റ് ചെയ്ത പൈസ 2000 രൂപ. നമ്മുടെ ചർച്ച നോട്ട് നിരോധനം 2000 രൂപയുടെ നോട്ടിന്റെ 500 കോടി രൂപയാണ് AIADMK-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴയ ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത്. അതങ്ങനെ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് നേരെ പോവായിരുന്നല്ലോ അങ്ങനെ വീട്ടിലോട്ട്. നമുക്ക് 2000 പോലും കിട്ടാൻ
ചർച്ചയല്ല. നിങ്ങൾ കാര്യങ്ങൾ പറയുന്നതില് രൂപ സാധാരണക്കാരന് ഈ ATM-ൽ നിന്ന് കിട്ടാതെ വന്നപ്പം ഇവരുടെ കയ്യിലോട്ട് 500 കോടി സ്റ്റേറ്റ് അറിയാതെ, സ്റ്റേറ്റിന്റെ മെഷീനറി അറിയാതെ 500 കോടി രൂപ ഒരാളുടെ കയ്യിലേക്ക് ചെല്ലുവോ? ചെല്ലില്ല. അവിടാണ് അടുത്ത കറപ്ഷൻ. ഇത് തിരിച്ചു വന്ന പൈസ. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു കള്ളവും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശരത്തിന് സൗകര്യമായില്ലേ? പണ്ടൊക്കെ 1000 നോട്ടല്ല, ഇപ്പൊ 2000 രൂപയുടെ നോട്ട് കൊണ്ട് സൗകര്യമായില്ലേ? അല്ല സൗകര്യം വന്ന ഈ കള്ളനോട്ട് ഇപ്പൊ പുതിയ 100 നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് പോക്കറ്റിൽ ഇട്ടാ ഷർട്ട് പോക്കാം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ജോർജിന്റെ പോക്കറ്റിൽ ഇന്നേ വരെ 100 നോട്ട് കണ്ടിട്ടില്ല. 2000-ന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണിച്ചെന്തായാലും ഉണ്ടല്ലോ 2000 മാത്രം. യഥാർത്ഥത്തിൽ ഈ 2000 വന്നുകൊണ്ടുള്ള ഗുണം ഇപ്പൊ ആർക്കും മനസ്സിലായി. എത്ര 2000-ന്റെ ഒരു കെട്ടാണ് അറിയാതെ പുറത്തേക്ക് ഇവിടെ GST ഇവിടെ നിങ്ങൾ GST നോട്ട് നിരോധനം ഇതൊക്കെ തർക്കമാണ്, ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 1.5 മാസം കൊണ്ട് കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം 27. ആത്മഹത്യല്ല, കൊന്നതുകൊണ്ട് പൊന്നുപറമ്പുകാരെന്ന് പറയാൻ അനുവദിക്കുക. നിങ്ങൾ എല്ലാം കൂടെ കീറിയ കയറ്റാലോ. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ ഈ തിരുവനന്തപുരം സിറ്റി ഇറങ്ങിക്കോ, കടവില്ലാത്ത ഒരു കച്ചവടക്കാരനില്ല. അതായത് സാമ്പത്തിക രംഗം ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഞാൻ ആരാ ഉത്തരവാദി? നിങ്ങൾ പരസ്പരം ചിന്തിച്ചോണ്ടാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും മോഡിയെ കുറ്റം പറഞ്ഞെന്നോ അല്ലെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞെന്നോ കണക്കാക്കണ്ട. ജീവിക്കാൻ മാർഗമല്ല. അല്ല, സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഒരു പക്ഷേ പ്രഭാഷണം, അതായത് ഇന്നത്തെ സാമ്പത്തിക രംഗം ഈ ഒരു ചർച്ചയാവുമോ? എന്താ കാരണം വെച്ചാല് UP-ല് അല്ലെങ്കിൽ മധ്യപ്രദേശില് അല്ലെങ്കിൽ രാജസ്ഥാനില് ആ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിലെ കാർഷിക പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച വന്നിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ പത്മകുമാറിന്റെ പാർട്ടി ഈ പറഞ്ഞ കർഷകർക്ക് പൈസ ബാങ്കിലിട്ട് കൊടുത്തത്. അല്ല, അങ്ങനെയല്ല. ഇതില് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നത്. ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ GDP വളർച്ച, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണല്ലോ, പ്രൊഡക്ഷൻ ഉണ്ടാവാതെ എങ്ങനെയാണ് GDP വളർച്ച ഉണ്ടാവുന്നത്? പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്? ഇങ്ങനെ മാജിക് കൊണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും? അല്ല, പ്രൊഡക്ഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഈ വർഷത്തെ GDP-യുടെ നമ്പർ കുറവാണെങ്കിൽ അടുത്ത വർഷത്തെ ഒരു അല്പം കൂടെ കൂടുവാണെങ്കിൽ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ ബേസ് ചെയ്താണ് കേരളത്തിലെ പൊളിറ്റിക്സ് നോക്കിയാൽ ഇപ്പൊ വരാൻ പോകുന്ന എവിടെ എന്നെ കാരണം പിടിച്ച് ഭീഷണിപ്പെടുത്തി രവി പൂജാരിയെ പുള്ളി ഹിന്ദി അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞവരോട്. ഹിന്ദിയും പറഞ്ഞു, അത് പേടിക്കണ്ട. അതെ, ഞാനത് പൂജാരി അല്ലെന്നാ വിചാരിച്ചു. പിന്നീട് പോലീസുകാർ പറയുമ്പോൾ അവരാന്ന് അറിഞ്ഞത്. അപ്പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്നത് എന്താ? നിഷ്പക്ഷയുടെ വിലയിരുത്തി ഒരു തൂക്ക് ഗവൺമെന്റ് സാധ്യത നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു തൂക്ക് ഗവൺമെന്റ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ള പ്രശ്നം. ഇവിടെ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭരണഘടന മാറ്റം വരുത്തി പ്രസിഡന്റും പ്രധാനമന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ശരി, ഇതൊന്നും ചെയ്യാതെ മോദി എന്ന ബുദ്ധിമാൻ എന്താ ചെയ്തത്? ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നയാളാന്നുള്ള ആർക്കറിയില്ലാത്ത. ഞാൻ പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് കണക്കാക്കണ്ട. ഇവിടുത്തെ പട്ടാള മേധാവികൾ 3 എണ്ണവും മുഴുവൻ പട്ടാളവും ഇന്നിപ്പം മോദി എന്ന പ്രധാനമന്ത്രി കൈക്കുള്ളിലാണ്. നമ്മുടെ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ചാടുന്നേ? എപ്പോഴും കിടന്ന് ചാട്ടം, അത് നിർത്തുക. നിങ്ങളുടെ അണികൾ മുഴുവൻ ഇങ്ങനെ ചാഴിയായി രാജ്യം നയിച്ചു പോകും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതലെല്ലാം ഇന്ന് പ്രധാനമന്ത്രിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, സ്വാധീനം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അതായത് സുപ്രീം കോടതി പോലും ഇന്ന് മോദിക്കെതിരെ മിണ്ടാൻ പറ്റുന്ന നിലയിലല്ല എന്ന് അപ്പൊ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ CBI മുഴുവൻ മോദിയുടെ കരങ്ങളിൽ നിൽക്കുക.
അതായത് ഇന്ത്യയെ മുഴുവനായിട്ട് തന്നെ മോദി റിസർവ് ബാങ്ക് അത് പറഞ്ഞു റിസർവ് ബാങ്കും അദ്ദേഹം ഉദ്ദേശിച്ച ആള് ഗവർണറായിട്ട് വന്നു. ഞാൻ പറയാം ഭരണാധികാരി എന്ന നിലയിൽ വളരെ ബുദ്ധിപരമായി ഇന്ദിരാഗാന്ധി ഒന്ന് നിർത്തട്ടെ. ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോ ഭരണഘടന മാറ്റിയൊക്കെ ചെയ്തെങ്കിൽ ഒരു മാറ്റവും വരുത്താതെ ഇത് മുഴുവൻ കൈവശം എടുത്താൻ പ്രിയങ്കരനായ രാഹുൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് തൂക്ക് ഗവൺമെന്റ് വന്നാൽ എന്തെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കണം ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചിഹ്നത്തിൽ അതുകൊണ്ടാണ് പി സി ജോർജ് വിചാരിച്ചിട്ട് പി ജെ ജോസഫിന് സീറ്റ് കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടോ? നിങ്ങൾ ശ്രമിച്ചല്ലോ. അയ്യോ, ഞാൻ പി ജെ ജോസഫിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് കുറെ വാദിച്ചത് മൂപ്പർക്ക് വേണ്ടി. പി ജെ എത്ര നല്ലവനാണ്, കല്ലപ്പെട്ടവനാണ്. അവസാനം മാറിയായിരുന്നു. മാറിയില്ല. അങ്ങനെ പറ്റിയുള്ള അഭിപ്രായം അവസാനം ഞാൻ പറഞ്ഞു. ഞാൻ ചർച്ചയ്ക്കില്ല, ആരെയും മോശമാക്കാനില്ല. പറഞ്ഞാൽ നിങ്ങളൊക്കെ പി ജെ നിങ്ങൾ തലയിലെടുത്ത് വെച്ച് താഴെ കിട്ടോ? തലയെടുത്ത് വെച്ചതല്ല, ഞാനതൊരു എൻ്റെ ഒരു മര്യാദയ്ക്ക് സ്നേഹം കാണിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് നല്ലതല്ലെന്ന് എനിക്കറിയാവുന്ന പോലെ ലോകത്താർക്കും അറിയത്തില്ലല്ലോ. അല്ല, ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പ്രഭാഷ്, നമ്മൾ അവസാനിക്കേണ്ട സമയത്തിലേക്ക് വന്നിരിക്കുന്നു. ഒന്ന് മൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5 വർഷത്തെ NDA ഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. GST ഉൾപ്പെടെ, അല്ലെങ്കിൽ നോട്ട് നിരോധനം ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, കർഷകരുടെ ആത്മഹത്യ ഉൾപ്പെടെ ഉള്ള സകല കാര്യങ്ങൾ, ചെറുകിട കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, സർവകലാശാലകളുടെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു സ്കോർ ഷീറ്റ് തയ്യാറാക്കിയും ആ സ്കോർ ഷീറ്റിന്റെ അടിസ്ഥാനത്തിലാകണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിലെ സമ്പന്നർ അതിസമ്പന്നരാവുകയും പാവപ്പെട്ടവർ പിന്നെയും ദരിദ്രരാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കുറെ കാലമായിട്ടുള്ളത്. ഇവിടെ ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തട്ടുകാരുടെ ജീവിതം, മുമ്പൊക്കെ ഇടത്തട്ടുകാർക്ക് സാമാന്യം നന്നായിട്ട് ജീവിക്കാമായിരുന്നു. അവരുടെ ജീവിതം, ഇടത്തരം കച്ചവടക്കാരുടെ ജീവിതം, അവരുടെ ബിസിനസ് അതൊക്കെ തകർച്ചയിലാണ്. ഇവരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത ഗവൺമെന്റ് ആര് എന്ന് തീരുമാനിക്കേണ്ടത്. 2019 ഒരു പ്രോഗ്രസ് കാർഡ് മോഡിജി കാണിക്കുമെന്ന് പറഞ്ഞു. ആ പ്രോഗ്രസ് കാർഡിനെ അടിസ്ഥാനപ്പെടുത്തി മാന്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJP തയ്യാറാവും. 2019 ഈ ഇലക്ഷൻ വരുമ്പോ നമ്മൾ ഒരു സ്കോർ ഷീറ്റ് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഉള്ളിൽ തന്നെ, അതായത് നേതാക്കളാണല്ലോ നയിക്കുന്നത്. അപ്പൊ യുവാക്കളെ തന്നെ ഇതാക്കുമ്പോ ഇപ്പൊ കൂടുതൽ പൊളിറ്റിക്കൽ കില്ലിങ്സ് ഉണ്ടാവാൻ കാരണം തന്നെ ആശയങ്ങളും എല്ലാം യുദ്ധം ചെയ്യുന്നത് മനുഷ്യരുമാണ്. അപ്പൊ അത് മാറ്റാനുള്ള ഒരു ഇതും, പിന്നെ അതേപോലെ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ BJP-നെ നേരിടാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന്റെ ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിനാണ് ഒരു പക്ഷെ നമ്മൾ കാതോർക്കുന്നത്. അതിനുള്ള കളമാണ് ഒരുങ്ങിയിരിക്കുന്നത്. കേരളം നൽകാൻ പോകുന്ന ഒരു സംഭാവന ചൂണ്ടുപലക എന്തായിരിക്കും? ഞാൻ മലയാളി ചർച്ച ഇവിടെ അവസാനിക്കും.